ഹരേ കൃഷ്ണ. ഗുരുവായൂരമ്പലത്തിലെ ദൃശ്യങ്ങളാണ്. ഇന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെമ്പൈ സംഗീതോത്സവം നടക്കുകയാണ്. അതുപോലെ ഇന്ന് അധികം തിരക്കൊന്നുമില്ല. വളരെ സുഖമായിട്ട് ദർശനത്തിന് പറ്റുന്ന സമയമാണ്. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം പണി നടക്കുകയാണ്. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഏകാദശി കഴിയുമ്പോഴേക്കാവുമോ അതിൻ്റെ മുൻപാവുമോ എന്നറിയില്ല. അതിൻ്റെ മുൻപാവേണ്ടി വരും. കാരണം അവിടെ ഭക്ഷണ വിതരണമൊക്കെ ആ ഭാഗത്തുണ്ടാവും. നിറയെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ അതിൽ വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ഏകാദശിക്ക് വരാവുന്ന തിരക്ക് അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വേണ്ടത്ര സജ്ജീകരണങ്ങളോട് തന്നെയാണ് ഓരോ ഭാഗത്തും പ്രവർത്തനം. എന്തായാലും ഗുരുവായൂർ ഏകാദശി വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണല്ലോ. അന്നത്തെ ഒരു ദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ആ ദർശനം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പല ഭക്തരും പറഞ്ഞു ആ സമയത്തേക്ക് എത്താനുള്ള. ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി അതെല്ലാം മാറ്റി വെച്ച് വരാം ശ്രമിക്കാം എന്നൊക്കെ പറയുന്നു. അവർക്ക് വരണം, തൊഴണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സമയത്ത് നല്ല തിരക്കാവും. എന്നാലും തിരക്ക് കൊണ്ടാലും എന്തായാലും ഗുരുവായൂർ അന്തരീക്ഷമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ചിത്രം നോക്കിയാൽ തന്നെ കാണാം. വലിയ തിരക്കൊന്നും കാണാനില്ലല്ലോ. ക്യൂ കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെയാണ് ക്യൂ ഉള്ളൂ, പുറത്തേക്കില്ല. രാവിലെ നിർമ്മാല്യം കഴിഞ്ഞപ്പോൾ മുതൽ തിരക്ക് കുറവ് തന്നെയാണ്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുൻപ് ഒന്ന് നിങ്ങൾക്ക് എത്തിച്ചതാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഉച്ചപൂജയുമായിട്ട് വരാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.